ഇതൊക്കെ വിളിച്ചു പറയാൻ ചില ആൾക്കാരുണ്ടോ എന്നുള്ള ആത്മാഭിമാനം മാത്രമാണ് ഹാഷ്മി. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. എന്തായാലും ഈ പാട്ട് എഴുതിയൊരു BJP-കാരനല്ല, ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. നോക്കൂ, ഇവരുടെ ഈ കാപട്യം, ഇവരുടെ ഈ ന്യൂനപക്ഷ സ്നേഹം ഇവിടെയാണല്ലോ വെളിവായി വരുന്നത്. ദൈവമേ, ഇവര് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ എത്ര വിരുദ്ധമായിട്ടാണ്. ഒരു ചെറിയ പാരഡിക്കാരൻ, സ്വന്തമായിട്ട് വടിവാള് മുതൽ ബോംബ് വരെ സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടി, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്താണ് ഒരു നാല് വരി പാരടിയെ പേടിച്ച് ഇമാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നാണവും മാനമില്ലോ. തോറ്റമ്പിയെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ. എന്തിനാണ് ഈ ഒളിപ്പില്ലായ്മ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെ നിങ്ങൾ അപമാനിക്കുന്നത്? ഇവിടെ വലിയവായി നിങ്ങൾ പറഞ്ഞല്ലോ കടക്കല് അലോഷി പാടിയത്. അവിടെ അലോഷി അമ്പലത്തിലെ അയ്യപ്പ ഭക്തിഗാനം അല്ല പാടിയത്, അവിടെ വിപ്ലവഗാനം പാടി. അതിന്റെ ബാക്കി ഫലം എന്താ? കടക്കല് ഇന്നേ വരെ മറ്റു പാർട്ടിക്ക് മെമ്പർമാരുണ്ടാവുന്ന സ്ഥലത്ത് BJP-യുടെ ഒരു മെമ്പർ ഉണ്ടായി കടക്കൽ പഞ്ചായത്തിൽ. അതിന്റെ റിസൾട്ട് അതാണ്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ മതവികാരം വ്രണപ്പെട്ടു. ഏത് കമ്മ്യൂണിസ്റ്റുകാരന്റെ മതവികാരം വ്രണപ്പെട്ടത്? എന്നാണ് നിങ്ങൾക്ക് ഈ മതബോധമൊക്കെ ഉണ്ടായത്? ഇവിടെ അതിനകത്ത് എനിക്കൊരു അഭിപ്രായമുണ്ട്. അവിടെ അമ്മിണിമാരെ കയറ്റിയത് മാറ്റിയിട്ട് കനകദുർഗമാരുടെ പേരോട് പറഞ്ഞു തന്നൊരു അഭിപ്രായം എനിക്ക് അതിനകത്തുള്ളൂ ആ പാട്ടിനകത്ത്. പിന്നെ പോറ്റിയെ കയറ്റിയത് നിങ്ങളല്ല, കോൺഗ്രസ്സുകാരാണ് നിങ്ങളുടെ വാദം. മതവികാരത്തിന്റെ കുത്തവകാശം CPM ഒട്ടുമേ നൽകിയിട്ടില്ല ആരും. CPM പോലും എന്താണ് ഇപ്പോഴെടുക്കുന്നത്? നിങ്ങൾക്ക് ആര് വന്നിട്ടുണ്ട് ഇവിടെ? രാത്രിയിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റിയിട്ട് ഒരു കൂട്ടം അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ നോക്കി നിങ്ങൾക്കാണോ വന്നിട്ടുള്ളത്? ഇവിടെ ഹിന്ദു ദേവതകളുടെ രൂപം നിങ്ങൾ നഗ്നചിത്രം വരച്ചു വെക്കുമ്പോൾ ഭാരതീയ സംസ്കാരത്തിന്റെ സ്രോതസ്സുകളായ പുരാണ ഇതിഹാസങ്ങളുടെ ക്ലാസിക്കൽ കലാസങ്കല്പം, ഇവിടെ ടീച്ചറുടെ പ്രഥമാധ്യാപകരുടെ കുഴിമാടം തീർക്കുമ്പോൾ ഇൻസ്റ്റലേഷൻ, കലാവിന്യാസം, ഇതല്ലേ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം? ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടുന്നത്?